അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 23 ക്ലാസ്സുകളിലായി സൂറത്തുൽ ബഖറയിലെ 32 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് 33, 34 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ് 24ാമത്തെ ക്ലാസ്സായി. നമ്മൾ 32 ആയത്തുകൾ പഠിക്കുകയും ചെയ്തു. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആദ്യം നമുക്കൊന്ന് ഓതി നോക്കാം. അതിനുശേഷം പിന്നീട് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. എല്ലാവരും റെഡി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടെ ഓതാൻ ശ്രദ്ധിക്കാട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഞാൻ ഓതുമ്പോൾ ഇങ്ങനെ കൂടെ ഓതിയാൽ മതി. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. നമ്മൾ ഇത്രയും ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 33, 34 ആയത്തുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ ആയത്തുകളിൽ വളരെയേറെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഇബിലീസ് എന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇബിലീസ് നശിപ്പിക്കപ്പെടാനുണ്ടായ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്താണ് എന്നും, ഇങ്ങനെ വലിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചർച്ചകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ ഒരു സംസാരത്തിൽ സൂചിപ്പിക്കാനുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആയത്തിൽ
33, 34 ആയത്തുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആദ്യത്തത് നമ്മൾ വായിച്ചു. ഇനി നിങ്ങളും കൂടെ ഓതുന്ന രൂപത്തിലാണ് വേണ്ടത്. ശ്രദ്ധിക്കല്ലാരും. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وإذ قلنا للملائكة اسجدوا لآدم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. ഓക്കെ, ഓതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ 2 ആയത്തുകളെ കുറിച്ച്, ഈ 2 ആയത്തുകൾ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം, ആശയം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളിലേക്ക് പോകാം. അത് ആദ്യം ഓത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാല യാ ആദം, യാദം എന്നല്ല ശരിക്കത്, യാ ആദം. അത് ചിലപ്പോഴൊക്കെ പല ആളുകളും കുറെ ഓതി ശീലിക്കാത്ത ആളുകളൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ കീഴിൽ ഓതാത്ത ആളുകൾക്കൊക്കെ അതിലൊരു പിഴവ് വരാറുണ്ട്. കാല യാ ആദം, കാല യാ ആദം, യാ ആദം, യാ ആദം, ആദമേ എന്നാണ് വിളിക്കുന്നത്. അംബി ഉഹും, നേരെ ശ്രദ്ധിക്കുക, ഇവിടെ റെഡ് കളർ കൊടുത്തിട്ട് അൻബി ഉഹും എന്നല്ല, അൻബി അല്ല, അംബി ഉഹും. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കിയിട്ടാണ് ഉച്ചരിക്കുക. അൻ എന്നല്ല പറയാ, قال يا آدم أنبئهم أنبئهم بأسمائهم قال يا آدم أنبئهم بأسمائهم. നിങ്ങൾ കൂടെ ഓതുന്നുണ്ടല്ലോ അല്ലേ? കൂടെ ഓതണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഓക്കെ, അത് നിരന്തരമായിട്ട് കൂടെ ഓതാൻ നോക്കുക. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് മറക്കരുതേ. قال يا آدم أنبئهم بأسمائهم. ഇവിടെ ഓതുന്ന സമയത്തേ ഈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ തരിമൂക്കില്ലേ, ഇവിടെ ഈ തരിമൂക്ക് അവിടെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അംബിഉഹും ബിഅസ്മാഇഹിം. നീ നോക്കിക്കോ അടുത്തത്. ഫലമ്മാ അംബഅഹും, ഫലമ്മാ അംബഅഹും. അവിടെ ആ മാക്കൊക്കെ ഷദ്ദുണ്ട് മദ്ദുണ്ട്, ഇങ്ങനെ തന്നെ ഓതണം. ചില ആൾക്കാർ ഫലമ്മ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ഇങ്ങനെ ഓതുന്നവരുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഓത്ത് പഠിക്കുകയാണ്, നമ്മൾ പഠിച്ച് അതിൻ്റെ ഓരോ ഭാഗവും മനസ്സിലാക്കി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മൾ ഓതാൻ ശ്രദ്ധിക്കാം. ഫലമ്മ അംബഅഹും
അംബ, നേരത്തെ അംബി എന്നാ പറഞ്ഞ്, ഇവിടെ അംബ, അംബ ബി അസ്മാഇഹിം. ഒന്നുകൂടി ഓതാ. ഫലമ്മാ അംബഅഹും ബി അസ്മാഇഹിം. ഇനി നോക്കിക്കോ, ഒട്ടുമിക്ക ആളുകൾക്കും വരാവുന്ന ഒരു തെറ്റാണ് ഇനി അടുത്ത വാചകം. ഒട്ടുമിക്ക ആളുകൾക്കും വരും. നേരെ ശ്രദ്ധിച്ചോ. പല ആളുകളും ഓതാറുള്ളത് എങ്ങനെ അറിയോ? ഖാല അലം അലം അഖുൽ അലല്ലക്കും അലല്ല. അലം എന്നുള്ളത് നിർത്താതെ അലം അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് പറയും. നേരെ ശ്രദ്ധിക്കാം. ഖാല അലം അഖുൽ ലക്കും അലം അഖുൽ ലക്കും. അലം എന്ന് പറഞ്ഞിട്ട് ചുണ്ട് കൂട്ടണം, എന്നിട്ടേ അക്കുൽ ലക്കും പറയാൻ പാടുള്ളൂ. നേരെ ശ്രദ്ധിക്കുക. അക്കുൽ ലക്കും എന്നാണ് ശരിക്ക്. പക്ഷെ അത് കൂട്ടി വായിക്കുമ്പോൾ അക്കുൽ ലക്കും എന്ന് പറയില്ല. അക്കുൽ ലക്കും ആദ്യത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക്, അഥവാ റെഡ് കളറിലുള്ള ലാമിനെ ഗ്രീൻ കളറിലുള്ള ലാമിലേക്ക് ചേർക്കും, ഇദ്ഗാം ചെയ്യും. നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഇപ്പോഴല്ല, മെല്ലെ മെല്ലെ ആയിട്ട് ഇദ്ഗാം മുതഖാരിബൈൻ, ഇദ്ഗാമുൽ മുതജാനിസൈൻ, ഇദ്ഗാമുൽ മുതമാസിലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇദ്ഗാമുകൾ ഉണ്ട്. കേട്ടിട്ട് ആകെ ബേജാറാകൊന്നും വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു പോകാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് അത് മെല്ലെ മെല്ലെ നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ അവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കാം. قال ألم أقل لكم إني أعلم غيب السماوات والأرض. ഓതിക്കോളി എൻ്റെ കൂടെ ഓതിക്കോളി. قال ألم أقل لكم قال ألم أقل لكم. ഓക്കെ. قال ألم أقل لكم إني أعلم غيب السماوات والأرض. ഓക്കെ, അവിടെ ഗൈബ സമാവാത്ത് ഗൈനാണ്. ഗൈബ സമാവാതി വൽ അർദ്. وأعلم ما تبدون وما كنتم تكتمون. അവിടെ തുബ്ദൂന, തുബ്ദൂന എന്ന് പറയാൻ പാടില്ല. തുബ്ദൂനല്ല, തുബ്ദൂന. ബാക്ക് സുക്കൂനാണ്, കൽക്കലത്തിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ബ് എന്ന് കൃത്യമായിട്ട് തന്നെ പറയാം. മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. തക്തുമൂൻ, അവിടെ തക്തുമൂൻ അങ്ങനെ പറയണ്ട. തക്തുമൂൻ അല്ല, തക്തുമൂൻ തന്നെ പറയാം. മറ്റേതോ തുബ്ദൂന തന്നെ പറയാം. തുബ്ദൂന എന്ന് പറയാൻ പാടില്ല. ഒന്ന് വ്യക്തമാക്കണം, മറ്റേത് വ്യക്തമാക്കേണ്ടതില്ല. ഒന്നുകൂടി പറയാം. وأعلم ما تبدون وما كنتم تكتمون. ഓക്കെ, എല്ലാവരും ഓതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സംഭവം എളുപ്പമുള്ള ആയത്താണ്, പക്ഷെ ചില കെട്ടിക്കുടുക്കുകളുണ്ട്. അതാണ് നമ്മൾ കുറച്ചും കൂടി സമയമെടുത്ത് അത് ഓതിപ്പിച്ചത്. ഓക്കെ, എന്താണ് ഇനി ഈ ആയത്തിന്റെ അർത്ഥം? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവങ്ങൾ. അതിന്റെ തുടക്കം നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്, ആ സമയത്ത് മലക്കുകൾ പറഞ്ഞ കാര്യങ്ങളും, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് മലക്കുകളോട് കൊടുത്ത മറുപടിയും നമ്മൾ പഠിച്ചു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാമക്ക് ഒരുപാട് വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല അറളാക്കിയിട്ടുള്ള, പ്രദർശിപ്പിച്ചതായിട്ടുള്ള വസ്തുക്കളുടെ പേരെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാമിനോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഇനി അതാണ് പറയാൻ പോകുന്നത്. നേരെ ശ്രദ്ധിക്കുക. ഖാല, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇവിടെ ആരാണ് പറഞ്ഞത്? ആ ഒരു സംഭവത്തിന്റെ ബാക്കി ഭാഗം പറയുന്നത്. ഖാല, ഖാല അല്ലാഹ്, അല്ലാഹ് പറഞ്ഞു.
എന്താ പറയണത്? യാ ആദം, അള്ളയാണ് വിളിക്കണത് ആദമേ, യാ ആദം, ആദമേ, അംബിഉഹും, അംബ എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അംബ, നേരെ ശ്രദ്ധിക്കുക, അംബ അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്നാണ് നബ, അറിയിച്ചു കൊടുക്കുന്ന കാര്യം അഥവാ വൃത്താന്തം. സൂറത്തു നബ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മൾ, വൃത്താന്തം. നബി എന്ന് പറഞ്ഞാലും അതാണ് നബി. നമ്മുടെ നബിമാരെന്ന് പറയില്ലേ, നബി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അറിയിക്കുന്നവൻ, പറഞ്ഞു കൊടുക്കുന്നവൻ, വൃത്താന്തം അറിയിക്കുന്നവൻ, അതിനാണ് നബി എന്ന് പറയാം. ഇവിടെ നോക്കുക, ഖാല യാ ആദം, ഖാല അവൻ പറഞ്ഞു അഥവാ അള്ളാഹു പറഞ്ഞു, യാ ആദം അല്ലയോ ആദമേ, അംബിഉഹും അവർക്ക് നീ അറിയിച്ചു കൊടുക്കണം. ആരാണ് ഈ അവരാരാ? ആരാണ് അവരാരാ? വേഗം പറയും, സമയമില്ല. ആരാണ് ഈ അവർ എന്ന് പറയുന്നത്? ആരാ? അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോ ആരാ? മലക്കുകൾ. ഓക്കെ, ശരീഫ, അഹ്സൻതി. അംബിഉഹും അവർക്ക് അറിയിച്ചു കൊടുക്കണം, ബി അസ്മാഇഹിം, ബി അസ്മാഇഹിം അതിന്റെ പേരുകളെ കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ പേരുകൾ. അസ്മാ പേര്, ഇസ്മ പേര്, അസ്മാ പേരുകൾ. ബി അസ്മാഇഹിം അതിന്റെ പേരുകൾ അവർക്ക് നീ അറിയിച്ചു കൊടുക്കണം. ഏതാണ് ഈ അതിന്റെ പേരെന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരെന്താ, ഇതിന്റെ പേരെന്താ എന്നൊക്കെ മലക്കുകളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലെ, മലക്കുകളാ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവേ നീ അറിയിച്ചു എന്നല്ലാത്ത ഒന്നും നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറയാണ്, യാ ആദം, ആദമേ, അംബിഉഹും അവർക്ക് നീ അറിയിച്ചു കൊടുക്ക്, ബി അസ്മാഇഹിം ഇതിന്റെ പേരുകളൊക്കെ. ഈ പറഞ്ഞ സാധനങ്ങളില്ലേ, അതൊക്കെ ഈ കാണിച്ചെന്നത് നിന്നെ പഠിപ്പിച്ച പേരുകളില്ലേ, അതൊക്കെ പറഞ്ഞു കൊടുക്ക. ഫലമ്മാ അംബഅഹും ബി അസ്മാഇഹിം, ഫലമ്മാ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തപ്പോൾ, ഫലമ്മാ അംബഅഹും ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം അതിന്റെ പേരുകളൊക്കെ ആദം നബി അലൈഹിസ്സലാം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ഖാല അല്ല പറയാണ്, അല്ല പറയാണ്, അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നീ അഅലം നിശ്ചയമായി ഞാൻ അങ്ങേയറ്റം അറിവുള്ളവനാണ്, ഗൈബസ് സമാവാതി വൽ അർദ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വഅഅലമു ഞാൻ അറിയുന്നവനാണ്, മാ തുബ്ദൂൻ വമാ കുൻതും തക്തുമൂൻ നിങ്ങൾ വെളിപ്പെടുത്തുന്നതാവട്ടെ നിങ്ങൾ ഒളിച്ചു വെക്കുന്നതാവട്ടെ എല്ലാം എനിക്കറിയാം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വല്ലാത്തൊരു ചോദ്യമാണത്. അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുന്ന രംഗാണ് ഈ പറയുന്നത്. നമ്മൾ ആ ചരിത്രം ഒന്നുകൂടി നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ചരിത്രം നമ്മളൊക്കെ പഠിച്ചതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾ ചില സംസാരങ്ങൾ ആദ്യമേ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ റബ്ബേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന വിഭാഗത്തെ എന്തിനാ സൃഷ്ടിക്കണേ ചോദിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകളോട് ചോദിക്കുകയാണ്. ആദം നബിക്ക് എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടാണല്ലോ ചോദിക്കണത്. മലക്കുകളോട് ഇതിന്റെയൊക്കെ പേരെന്താന്ന് വെച്ചപ്പോ അവരറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറയാണ്, ആദമേ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കും, ഓരോന്നിന്റെ പേരുകൾ എന്താന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോന്നും അതിൻ്റെതാണ്, ഇതിൻ്റെതാണ്, ഇത് മറ്റേതാണ്, ഇത് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞു കൊടുത്തപ്പോ മലക്കുകൾ ഇങ്ങനെ അത് കേട്ട് നിൽക്കാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗൈബ് സമാവാതി വൽ അർള് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ അദൃശ്യമായ കാര്യങ്ങൾ എനിക്കറിയും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ രഹസ്യമാക്കിയതുമൊക്കെ, ഒളിച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ എനിക്കറിയും എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂലേ? ഇതാണ് ഈ ആയത്ത്.
ഈ ആയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദം നബി അലൈഹി സ്വലാമിന്റെ ഫضലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദം അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ ആദം എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഉദുമത്ത് എന്ന ഒരു പ്രയോഗത്തിൽ നിന്നാണ്. ഉദുമത്ത് ആദം എന്നുള്ളത് പോലെ തന്നെ ഉദുമത്ത് എന്നുള്ളത്. ഈ ഉദുമത്ത് എന്ന് പറഞ്ഞാൽ വെളുപ്പും കറുപ്പും കലർന്നത്. ആ ഒരു പിന്നെ ഇരുനിറം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇരുനിറം. തൂവെള്ള നിറമല്ല, എന്നാൽ പറ്റ കറുത്തിട്ടുമല്ല. അങ്ങനെയാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ഈ ആദം എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണോ അതല്ല അദ്ദേഹത്തിന്റെ വിശേഷണമാണോ എന്നൊക്കെ വലിയ ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്തായിരുന്നാലും നമ്മൾ വലിയ ചർച്ചയിലേക്കൊന്നും പോകണ്ട. തൽക്കാലം ആദം നബി അലൈഹി ഇസ്ലാം എന്ന ആ ഒരു പേരിൽ തന്നെ നമുക്ക് നിൽക്കാം. അപ്പോൾ ആദം എന്ന പേരിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹ് പറഞ്ഞ ഒരു വാചകം, അലം അഖുല്ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലൊക്കെ അദൃശ്യമായ കാര്യങ്ങൾ അത് അള്ളാഹ്ക്ക് അറിയും. അതുമാത്രമല്ല, ഒളിപ്പിച്ചു വെക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും. നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതാവട്ടെ പരസ്യപ്പെടുത്തുന്നതാവട്ടെ എല്ലാം അള്ളാഹ്ക്ക് അറിയും. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഇൽമിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ, നേരെ ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ അറിവിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യം അള്ളാഹ്ക്ക് അറിയാം, ഇന്നലത്തത് അറിയാം, നാളത്തതും അറിയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലുള്ള അറിവ് അള്ളാഹ്ക്കുണ്ട്. എല്ലാ കാലഘട്ടത്തിലുള്ള അറിവ് അള്ളാഹ്ക്കുണ്ട്. ഇപ്പൊ നമുക്ക് നാളത്തെ കുറിച്ച് അറിയൂല, ഇന്നത്തെ കുറിച്ചോ അല്ല, കഴിയാത്ത കാര്യം ഇപ്പൊ എങ്ങനെ അറിയാം? ശരി, കഴിഞ്ഞ കാര്യം നമുക്കറിയും. കഴിഞ്ഞ കാര്യം ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് നമ്മൾ എന്താ ചിന്തിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മൾ എന്താ സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ അറിവൊക്കെ വിശാലമാണ്. അള്ളാഹുവിന് ആ അറിവുണ്ട്. ഇന്ന്, ഇന്നലെ, നാളെ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ് അള്ളാഹ്. അത് രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അറിയുന്നവനാണ് അള്ളാഹ്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അൽ ആലിം, അൽ അലീം, അൽ അല്ലാം എന്ന് പറയുന്ന നാമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലക്കുകൾ പറഞ്ഞല്ലോ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന് പറഞ്ഞില്ലേ? അതിൽ അൽ അലീം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ അള്ളാഹു പറയാണ് അള്ളാഹു അഅലമാണ്, അങ്ങേറ്റം അറിയുന്നവനാണ്. ഇവിടെ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഖിളിർ നബി അലൈഹി സ്വലാമിന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമൊക്കെ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഈ ഖിളുറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്ര പോകുന്നുണ്ട്. നമ്മളെല്ലാ ചരിത്രമൊന്നും വിശദീകരിക്കുന്നില്ല. കൂടുതൽ ആ ചരിത്രം അറിയേണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ ആ ഒരു യാത്ര പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമും ഖിളിർ അലൈഹി സ്വലാമും കൂടി ഒരു കപ്പലിൽ കയറുന്നുണ്ട്. രണ്ടുപേരും പ്രവാചകന്മാരാണ്. ആ കപ്പലിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ നോക്കണം. അപ്പോൾ ഒരു കുരുവി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കുരുവി ഇങ്ങനെ പറന്നു വന്ന് ആ കപ്പലിന്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് അത് നേരെ വെള്ളത്തിലേക്ക് മുങ്ങുന്നു. അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമുദ്രത്തിലെ വെള്ളം വായിലാക്കിയിട്ട് അതിങ്ങനെ വന്ന് നിൽക്കുന്നു. ഇത് കാണുന്ന സമയത്ത് ഖിളിർ അലൈഹിസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട്. പ്രവാചകന്മാരായ നമ്മുടെ രണ്ടുപേരുടെയും അറിവ് എന്ന് പറഞ്ഞാൽ ആ കുരുവിയുടെ കൊക്കിൽ ഒതുങ്ങുന്നത് എത്രയാണോ അതാണ് നമ്മുടെ അറിവ്. ആ ഒരു കുരുവിയുടെ അതിന്റെ ചെറിയ ഒരു കൊക്കില്, കുരുവി എന്ന് പറഞ്ഞാൽ തന്നെ ചെറുതാണ്, അതിന്റെ കൊക്ക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചെറുതാ, അത്രയും ചെറുതാണ് പ്രവാചകന്മാരായ നമ്മുടെ അറിവ്. ഈ വിശാലമായി കിടക്കുന്ന സമുദ്രമില്ലേ, ഈ സമുദ്രത്തിലെ വെള്ളത്തിന്റെ കണക്കെത്രയാണോ അതിലേറെയാണ് അള്ളാഹുവിന്റെ അറിവ്. അഥവാ ഈ ഒരു സമുദ്രത്തിൽ നിന്ന് ഇത്ര കുടിച്ചാൽ എത്രയാണോ അതേ പ്രവാചകന്മാർക്കുള്ളൂ. വിശാലമായിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറയാം.
അപ്പോ രണ്ട് പ്രവാചകന്മാരുടെ അറിവ് ആ ഒരു കുരുവിയുടെ ഒരു കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രമാണെങ്കിൽ പ്രവാചകന്മാരൊന്നും അല്ലാത്ത നമ്മുടെയൊക്കെ അറിവിന്റെ, ഞാൻ പറയണില്ല ബാക്കി അല്ലെ, അത്രത്തോളാണ് നമ്മളൊക്കെ ഉള്ളൂ. നമ്മുടെയൊക്കെ അറിവ് അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അറിവ് ഈ വാചകത്തിൽ തന്നെ ഉണ്ട്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഗൈബ്, എല്ലാത്തിന്റെയും ഗൈബ് അള്ളാഹ്ക്ക് ഉണ്ട്. ഇവിടെ അസ്സമാവാത്ത് എന്നാ പറഞ്ഞു, ആകാശങ്ങൾ എന്ന് പറഞ്ഞു. അർള് എന്ന് പറഞ്ഞപ്പോൾ ഭൂമി എന്ന് മാത്രം പറഞ്ഞു. അത് ആകാശങ്ങൾ ഒരുപാടുണ്ട്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒന്ന് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ചില സൂറത്തുകളിൽ ഒന്നിലധികം ഭൂമികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അത് ആ ഒരു ജിൻസിനെ കുറിച്ചാണോ അതല്ലാത്തതുണ്ടോ, വേറെ ഭൂമിയുണ്ടോ, ഈ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടെ വലിയ ചർച്ചകളുണ്ട്. നമ്മളിപ്പോൾ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞു വന്നത് അള്ളാഹു അറിയുന്നവനാണ്. ഏത്? ഗൈബസ്സമാവാതി വൽ അർള്, ആകാശങ്ങളെക്കുറിച്ചും, ആകാശത്തെ എന്നല്ല, ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും, അല്ലെങ്കിൽ അതിൽ രണ്ടിലുള്ള അദൃശ്യമായ ഗൈബിയായ കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്കറിയാം. അതൊരു പക്ഷേ മലക്കുകൾക്ക് അറിയൂല. മലക്കുകൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയൂല. അള്ളാഹു എന്താണോ അറിയിച്ചു കൊടുക്കുന്നത് അത് മാത്രമേ മലക്കുകൾക്കും അറിയുള്ളൂ. ഗൈബ് എന്നുള്ളത് അങ്ങേയറ്റത്തെ ആ ഒരു അദൃശ്യമായ അറിവുകളൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മളതിന് മുമ്പ് ആ ഗൈബിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത് എന്ന് പറഞ്ഞപ്പോൾ ഗൈബ് രണ്ട് വിധമുണ്ട് എന്നും, സാക്ഷാൽ ഗൈബ്, ആപേക്ഷികമായ ഗൈബ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മല്ലേ? പഠിച്ചിട്ടില്ലേ? ഓർമ്മണ്ടോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മണ്ടോ ആ ഒരു ഗൈബിനെ കുറിച്ച് പറഞ്ഞത്? ഓക്കെ അൽഹംദുലില്ലാഹ്. കുറെ ആളുകൾക്ക് ഓർമ്മയുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ വിശദീകരിക്കൂല. പിന്നെ വിശദീകരിക്കാത്ത ഓൾറെഡി പഠിച്ചു പോയാൽ പിന്നെന്തില്ല, പിന്നെ നമ്മൾ വിശദീകരിക്കൂല. ഓക്കെ. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ അറിവ് അത്രത്തോളം വിശാലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ആയത്തിലേക്ക് പോകണം. അല്ലെങ്കിൽ ആ ആദ്യത്തെ ആയത്ത് 33-ാമത്തെ ആയത്തിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. പക്ഷേ 34-ാമത്തെ ആയത്ത് അത്യാവശ്യം വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ശ്രദ്ധിക്കാം. ആയത്ത് കൂടെ ഓതണേ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا. അവിടെ കുൽന എന്ന് പറയുമ്പോൾ കുറച്ച് നീട്ടണം. ഇത് കുൽന എന്ന് പറയല. ഇത് കുൽന ലിൽ മലായിക, കുൽന എന്ന് പറഞ്ഞ നിർത്തല്ല, കുൽന ലിൽ മലാ അല്ലെ. ഒന്നാമത്. പിന്നെ ഇസ്ജുദു എന്നല്ല, കൂട്ടിയിട്ടാ പറയാ. ലിൽ മലായികതി ഇസ്ജുദു, ലിൽ മലായികതി ഇസ്ജുദു, അങ്ങനെയാണ് ഓതുക ട്ടോ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ എന്നാണ്. ലാദം നല്ലത് ലി ആദം. ഓക്കെ. ആ ആദം എന്നുള്ളത് എഴുത്ത് ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ തെറ്റി ഓതരുത്. فَسَجَدُوا إِلَّا إِبْلِيسَ. ഇബ്ലീസ് എന്ന് പറയാൻ പാടില്ല, ഇബ്ലീസ് അല്ല, ഇബ്ലീസ്. ബാക്ക് സുക്കൂനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. കൽക്കലത്തിന്റെ അക്ഷരമാണ്, വ്യക്തമാക്കിയിട്ട് തന്നെ പറയണം. ഒന്നുകൂടി ഓതാ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ. فسجدوا إلا إبليس أبى واستكبر.
വകാന മിനൽ കാഫിരീൻ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വക്കാന മിനൽ കാഫിരി എന്ന് പറയുമ്പോഴേ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഓതി വരുമ്പോൾ കാഫിറൂൻ ആണോ കാഫിരീനാണോ എന്ന് സംശയം വരികയാണെങ്കിൽ ഇതാ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പൊ കാഫിരീൻ എന്ന് എന്തായാലും പറയും. എന്തുകൊണ്ടെന്നറിയോ? അതിന്റെ തൊട്ട് മുമ്പ് മിന എന്നാ വന്നു. മിന, അല, ഇല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാഫിരീൻ, കാദിബീൻ ഇങ്ങനെ വരിക. നേരെ ശ്രദ്ധിക്കാം, മിന വന്നു കഴിഞ്ഞാൽ മിന ഹുറൂഫുൽ ജറാണ്, കെസ്റ് ചെയ്യാനുള്ളതാണ്. എല്ലാത്തിനും കെസ്റ് വരും. മിനക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് കെസ്റാണ് ഉണ്ടാകുക. അപ്പൊ കാഫിർ, കാഫിരീൻ കെസ്റായിട്ടാ വരിക. ഓക്കെ, അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റുകൂടാതെ പഠിക്കാൻ പറ്റും. തെറ്റുകൂടാതെ. മറ്റേതോ വകാന മിനൽ കാഫിറൂൻ ഇങ്ങനെ ഓതും ചിലപ്പോൾ. അപ്പൊ കാഫിറൂൻ എന്നുള്ളത് ഓതാതിരിക്കാൻ മിനയാണോ എന്നാ പിന്നെ കാഫിരീൻ തന്നെ വരിക, മുഅ്മിനീന്ന വരിക, കാഫിരീന്ന വരിക, മുസ്ലിമീന്ന വരിക, കാത്തിബീന്ന വരിക. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ ഓതാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. അപ്പൊ ഇനി അടുത്ത ഭാഗം പറയാം, നേരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് ചോദ്യം ചോദിച്ചു. മലക്കുകൾക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിലും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയും എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം പറയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന്റെ ഒരു ബാക്കി പറയാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അറിയിച്ചു കൊടുത്തപ്പോ വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം, ലിൽ മലായിക, ഈ നാം എന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ. എന്താണ് ആ പ്രയോഗം എന്നുള്ളത് നമുക്ക് പറയാം. വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം, ലിൽ മലായിക, മലക്കുകളോടായിക്കൊണ്ട് പറഞ്ഞ സന്ദർഭം. മലക്കുകളോട് അല്ല പറയാണ്, സ്ജുദൂ, സ്ജുദൂ, നിങ്ങൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യും. ലി ആദം, ആദമിനെ നിങ്ങൾ പ്രണമിക്കുക, സുജൂദ് ചെയ്യുക. ഫസജദൂ, അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് അല്ലാത്ത എല്ലാവരും സുജൂദ് ചെയ്തു. അബാ, അവൻ വിസമ്മതം കാണിച്ചു. വസ്തക്ബറ, അവൻ കിബർ കാണിച്ചു, അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. കാഫിർ, സത്യനിഷേധി. ആരാണ് കാഫിർ? കഫറ എന്ന് എന്തിനാണ് പറയാ? കാഫിർ എന്ന് എപ്പോഴാ പറയാന്നൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനി ആ ഭാഗം പറയേയില്ല. കാരണം പഠിച്ചു കഴിഞ്ഞ കാര്യം പിന്നെ പറയുവാൻ, കാരണം പിന്നെ പറയേണ്ട ആവശ്യം ഞങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും സമയം പ്രധാനമാണ്. ഓക്കെ, ഏതായിരുന്നാലും ഈ വാചകം ഒന്നുകൂടി ശ്രദ്ധിക്കാം. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, അപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവനോ അബാ വസ്തക്ബർ, അവൻ വിസമ്മതം കാണിക്കുകയും കിബർ കാണിക്കുകയും ചെയ്തു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽ പെട്ടവനായിരിക്കുന്നു. ഇനിയാണ് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിൽ ഒന്ന്, വഇദ് ഖുൽന, നാം പറഞ്ഞു എന്നാ പറഞ്ഞു അല്ലെ? നാം പറഞ്ഞു. ശരിക്കും അള്ളാഹു ഖുൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള പ്രയോഗമല്ല. കാല ഖുൽന, ഞങ്ങൾ പറഞ്ഞു എന്നാ പറയാം. ഖുൽന എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ പറഞ്ഞു എന്നാ. ഇവിടെ നാം പറഞ്ഞു എന്നുള്ളത് ഒരു ബഹുമാനത്തിന്റെ വാക്കാണ്. അള്ളാഹുവിനെ തന്നെ ബഹുമാനിച്ചു കൊണ്ടുള്ള ആ ഒരു പ്രയോഗം, നാം എന്ന പ്രയോഗം. നമ്മളൊക്കെ പണ്ടൊക്കെ ഈ രാജാക്കന്മാരുടെ സംസാരം കേട്ടോ, നാം പ്രഖ്യാപിക്കുന്നു അല്ലെ? നാം, അത് പൊതുവെ നമ്മളും പറയാറുണ്ട്.
അല്ലെ? നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക അല്ലെ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ എന്നുള്ള പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഉണ്ടാകും. പക്ഷെ അതല്ലാതെയും എന്ത് ചെയ്യും, നമ്മളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് പറയുമ്പോഴും ആ പ്രയോഗം പറയാറുണ്ട്. ആ ഒരു പ്രയോഗമാണ് ഇവിടെ ഒരു ബഹുമാനത്തിൻ്റെതായി കൊണ്ട് പറയാണ്. വ ഇത് കുൽന, നാം പറഞ്ഞ സന്ദർഭം. ആരോട്? ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ആരാണ് മലക്കുകൾ എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഉസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുജൂദ്. എന്താ ഈ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് അള്ളാഹ്ക്ക് മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും ചെയ്തു. അതെങ്ങനത്തെ സുജൂദാണ്, എങ്ങനെയുള്ള സുജൂദാണ് ഈ വിഷയം? ഈ വിഷയത്തിൽ പ്രധാനമായും 3 അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. 3 അഭിപ്രായങ്ങൾ. ഒന്ന്, ഒരു ഉപചാരവും ബഹുമാനവും എന്ന നിലക്ക്, ഒരു സാധാരണ ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നിങ്ങനെ ആ ഒരു രൂപത്തിലൊന്ന് താഴ്മ കാണിക്കുകയാണ്, അതാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയാണ് പിന്നെ പലരും വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ആദം നബി അലൈഹിസ്സലാം യഥാർത്ഥ സുജൂദ് തന്നെയാണ് ചെയ്തത്. പക്ഷെ ആ സുജൂദ് അള്ളാഹ്ക്കുള്ളതാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അവിടെ മുന്നിലാക്കി എന്ന് മാത്രം. ഇപ്പൊ നമ്മള് പിന്നെ കാബന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അത് കാബക്കുള്ള സുജൂദല്ല, അള്ളാഹ്ക്കുള്ള സുജൂദാണ്. ഒരാള് കാബ കണ്ടു, കാബന്റെ മുന്നിൽ നിസ്കരിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുമ്പോ അത് കാബക്കുള്ള സുജൂദല്ല. എല്ലാവരും കിബിലയാക്കുന്നത് കാബയാണ്. എല്ലാവരും ആ ഒരു കാബയെ ബിംബമാക്കിയിട്ടോ ആ കാബക്കുള്ള സുജൂദോ ഒന്നുമല്ല, മറിച്ച് സുജൂദ് അള്ളാഹ്ക്കുള്ളതാണ്. പക്ഷെ അവിടെ കാബയെ ഒരു കിബിലയാക്കി എന്ന് മാത്രം, അല്ലാതെ എന്തല്ല, വേറൊന്നും അതിലില്ല. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിനെ സാധാരണ പോലെ തന്നെ ഒരാൾ എങ്ങനെയാണോ നെറ്റി താടെ തട്ടിക്കൊണ്ട് സുജൂദ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് തെറ്റുള്ള കാര്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹുവാണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലാണ് ഇതുള്ളത്. അള്ളാഹുവാണ് നേർക്ക് നേരെ പറയണത്, ഉസ്ജുദൂ, നിങ്ങൾ സുജൂദിയും. ഇത് ആദമുണ്ട്, ആദമിന് സുജൂദിയും. അപ്പോ അവിടെ ഒരു തെറ്റില്ല. കാരണം അള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യണോ വേണ്ടേ? കാരണം അള്ള പറയുന്നതോടുകൂടി അത് നിയമത്തിൽ പെട്ടതായി, മതപരമായ നിയമമായി മാറി. അത് പിന്നെ വേറെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ല. മൂന്നാമത്തേത്, ഇതൊരു താഴ്മയും വിനയവും കാണിക്കൽ മാത്രമാണ്. ഈ സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്നിങ്ങനെ ഒരു വിനയം കാണിക്കുമല്ലോ, കുറച്ചൊക്കെ ഒരു ബഹുമാനമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഒരർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ അഭിപ്രായവും നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും സുജൂദ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഫസജദൂ, അവര് സുജൂദ് ചെയ്തു, മലക്കുകൾ സുജൂദ് ചെയ്തു. അപ്പൊ ഇവിടെ സുജൂദിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 2 സുജൂദുകളുണ്ട്. 2 സുജൂദുകളുണ്ട്. ഒന്ന് അള്ളാഹുവിനുള്ളതാണ്, ഒന്ന് അള്ളാഹുവിനുള്ളത്. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ചു, അള്ളാഹ്ക്കാണ് സുജൂദ് ചെയ്യേണ്ടത്, അള്ളാഹിന്റെ മുന്നിലേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത് അള്ളാഹു അല്ലാത്തവർക്കുള്ളത്, അള്ളാഹു പഠിപ്പിക്കാത്ത രൂപത്തിലുള്ളത്, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ സുജൂദ്. ഇന്ന് പലരും അത് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജാറത്തിന്റെ മുന്നിൽ പോയിക്കൊണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തികളുടെ മുന്നിൽ പോയിക്കൊണ്ടൊക്കെ സുജൂദ് ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. മതപരമായിട്ട് അത് കുറ്റകരമായ കാര്യമാണ്. ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അത് ചെയ്യാനും പാടില്ല. ഏതെങ്കിലും മക്കാമിന്റെ മുന്നിൽ പോയിട്ട് ആ ഖബറാളിക്ക് വേണ്ടി സുജൂദ് ചെയ്യുക, ആ ഖബറാളിയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിൽ കിടക്കുന്ന വ്യക്തിയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സുജൂദ് ചെയ്യൽ മതപരമായിട്ട് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, സുജൂദിൽ ഇസ്ലാം അനുവദിച്ച സുജൂദുകളുണ്ട്. ഏതൊക്കെയാണ് ഇസ്ലാം അനുവദിച്ച സുജൂദുകൾ? ഒന്ന് നമസ്കാരത്തിലുള്ള സുജൂദുണ്ട്. പിന്നെ ഏതൊക്കെയുള്ള? ഒന്ന് വേഗം എഴുതിക്കുക, വേഗം. ഏതൊക്കെ സുജൂദുകളാണുള്ളത്? എന്തിനൊക്കെ സുജൂദ് ചെയ്യാം ഒരാൾക്ക്? ഓക്കെ, ശുക്റിന്റെ സുജൂദ് ഉണ്ട് അല്ലെ? ശുക്റിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, പിന്നെ സഹുവിന്റെ മറവിയുടെ സുജൂദ്. നേരെ ശ്രദ്ധിച്ചോ,
പ്രധാനമായും 4 തരത്തിൽ സുജൂദുകളുണ്ട്. 4 തരത്തിൽ സുജൂദുണ്ട്. ഞാനിപ്പോൾ അത് ഇതിൽ എഴുതണില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ സുജൂദ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. ഇവിടെ പ്രധാനമായും 4 സുജൂദുകളുണ്ട്. ഒന്ന് തിലാവത്തിന്റെ സുജൂദ്. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഏതോ ഒരു ഭാഗം, ഖുർആനിലെ ചില ഭാഗങ്ങൾ എത്തുന്ന സമയത്ത് അവിടെ സുജൂദ് ചെയ്യണം. അതാണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത്. തിലാവ എന്ന് പറഞ്ഞാൽ പാരായണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മൾ ഖുർആനിൽ നോക്കിയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്താണെങ്കിലും നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ എന്തുണ്ട്? തിലാവത്തിന്റെ സുജൂദുണ്ട്. രണ്ടാമത്തത് സഹവിന്റെ സുജൂദ്. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരത്തിൽ വല്ലതും മറന്നുപോയാൽ, വല്ലതും മറക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യമല്ല, ഷർത്തുമല്ല, നമ്മൾ റുക്കിനോ അല്ലെങ്കിൽ അതിലെ വാജിബുകളോ ഒക്കെ മറന്നു പോകുമ്പോൾ അവിടെ നടത്തേണ്ട സുജൂദുകൾക്കാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അത് സലാം വീട്ടുന്നതിന്റെ മുമ്പുള്ള സുജൂദുകളുണ്ട്, സലാം വീട്ടിയതിന് ശേഷമുള്ള സുജൂദുകളുണ്ട്. രണ്ട് രൂപത്തിലാണ്. അത് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേതാണ് ശുക്റിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി. അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ചെയ്യുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ, അനുഗ്രഹത്തിന് നന്ദി എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്ര ഉണ്ട്. വീട് അള്ളാഹു നമുക്ക് നൽകി, കുടുംബം അള്ളാഹു നമുക്ക് നൽകി, മക്കളെ അള്ളാഹു നമുക്ക് നൽകി, ദിവസവും കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് നൽകി, വസ്ത്രം നൽകി, വായു നൽകി, വെള്ളം നൽകി, എല്ലാം പടച്ചു നൽകി. ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാകും? നമ്മൾ സ്വയം പരിശോധിക്കാൻ വേണ്ടി മാത്രമാട്ടോ പറയണേ. ജീവിതത്തിൽ എത്ര തവണ നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാകും? ഏതോ ഒരു സമയത്ത് ഭാര്യയെ ഹോസ്പിറ്റലാക്കിയപ്പോൾ അല്ലെങ്കിൽ ഭർത്താവിന് ആക്സിഡന്റ് പറ്റി പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഒരു സുജൂദ് ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് എത്രയോ അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അതൊക്കെ നമുക്ക് കിട്ടിയിട്ട് അള്ളാഹ്ക്കൊരു ശുക്രിന്റെ സുജൂദ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മളൊക്കെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മളങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നവനാണ്. എങ്കിൽ നമ്മൾ സ്വയം പരിശോധിക്കുക. നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മളൊക്കെ ഓരോരുത്തരും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കുക. അതിനുവേണ്ടി ഒരു സുജൂദെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ ചില അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ, ഭർത്താവ് അത് വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ അത് അറിയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ആ ഒരു അനുഗ്രഹങ്ങളൊക്കെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇന്നത് റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു സുജൂദ് ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സ്വയം ഒന്ന് പരിശോധിക്കുക. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഒന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രം പറയണം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പിന്നെ 3 പറഞ്ഞപ്പോൾ നമ്മൾ, ഒന്ന് പിന്നെ തിലാവത്തിന്റെ സുജൂദ്, അതുപോലെ തന്നെ സഹുവിന്റെ സുജൂദ്, അതുപോലെ തന്നെ ശുക്റിന്റെ സുജൂദ്. 4മത്തത് സാധാരണ നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സുജൂദ്. ഈ 4 സുജൂദുകളാണുള്ളത്. ഓക്കെ, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ഈ 4ഉം അള്ളാഹ്ക്കുള്ളത്. എന്നാൽ 4മത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഇതിന്റെ മറ്റൊരു ഭാഗമാണ് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നുള്ളത്. ഒരാൾക്കും ചെയ്യാൻ പാടില്ല, ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വരികയാണ്. യമനിൽ നിന്ന് മുആവിയ റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നതും പ്രവാചകന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്തു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. എന്തായി കാണിക്കണേന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ആ യമനിൽ ചെന്നപ്പോ അവിടുത്തെ ഭരണാധികാരിയുടെ മുന്നിൽ ആളുകൾ ഇങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ സുജൂദ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നിസ്കാരത്തിന്റെ സുജൂദൊന്നും അല്ല കേട്ടോ, മറിച്ചൊരു വണക്കം കാണിക്കുന്നത് പോലെ നമ്മൾ സാധാരണ ചെയ്യലും ഒന്നിങ്ങനെ തല കുമ്പിട്ടിട്ട് ഒരു ബഹുമാനം കാണിക്കുക. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പറ്റൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു അടിമയും മറ്റൊരു അടിമയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണിനോട്, ഒരു ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. പക്ഷേ കൽപ്പിച്ചിട്ടില്ല.
ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഭർത്താവ് വലിയ പ്രാധാന്യമുണ്ട്, പക്ഷെ എന്നാൽ പോലും ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പം എത്രത്തോളം വലിയ സ്ഥാനം ഭർത്താവിനുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അങ്ങോട്ട് മറുപടി പറയും. അത് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ല. എന്താ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ലല്ലോ, എനിക്കും ഇന്റേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പലരും പറയാം. ഞാനൊരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കണമെന്നോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നോ അത് ചെയ്യരുത് എന്നോ ഒന്നുമല്ല പറയണത്. പക്ഷേ പലപ്പോഴും ഭർത്താവിൻ്റെ വിലയറിയാതെ, ആ ഭർത്താവിനോടുള്ള ബന്ധമറിയാതെ, ഭർത്താവിനോടുള്ള കടപ്പാടറിയാതെ, ഭർത്താവിനോടുള്ള ബാധ്യത അറിയാതെ പെരുമാറുന്ന പലരെയും കാണാൻ കഴിയും. ഒട്ടുമിക്ക ആളുകളും, സ്ത്രീകൾ പലരും നരകത്തിലെത്താനുള്ള കാരണം പോലും ആ ഭർത്താവിനോടുള്ള നന്ദികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സ്ത്രീയോട് മാത്രമല്ല, ഇസ്ലാം പുരുഷനോടും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ നല്ല ആളാകുക എന്നുള്ളതല്ല, ജനങ്ങളുടെ മുന്നിൽ എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിയാകുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് നല്ല ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. നാട്ടുകാരോട് എങ്ങനെയാന്നുള്ളതാ, ഭാര്യനോട് എങ്ങനെയാണ്, അതാ പ്രധാനം. അതുകൊണ്ട് തന്നെ എല്ലാ സഹോദരങ്ങളും ഈ വിഷയം ശ്രദ്ധിക്കുക, സഹോദരിമാരും ശ്രദ്ധിക്കുക. സുജൂദ് എന്നുള്ളതിൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അടുത്ത ഒരു ഭാഗം, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മലക്കുകളോട് പറയാണ് ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. ആദം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ. അപ്പൊ ശരിക്ക് മലക്കുകൾ മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുമ്പോൾ മലക്കുകൾക്കാണോ മനുഷ്യനാണോ സ്ഥാനം കൂടുതൽ? ഒന്ന് വേഗം ഒന്ന് ടൈപ്പ് ചെയ്താണ്. മലക്കുകൾക്കാണോ മനുഷ്യനാണോ സ്ഥാനം കൂടുതൽ? മനുഷ്യൻ, മലക്ക്, ഇത് രണ്ടല്ലാത്ത പറയല്ലോ അല്ലേ? ഓക്കെ, മലക്ക്, മനുഷ്യൻ, മനുഷ്യൻ, മലക്കുകൾ. ഓക്കെ, മനുഷ്യൻ. ഓക്കെ, എന്നാ കേട്ടോളിട്ടോ, കേട്ടോളി. അതായത് മനുഷ്യനാണോ മലക്കിനാണോ സ്ഥാനം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഒരാൾ നല്ല ഒരു വ്യക്തിയാകുമ്പോൾ, പ്രത്യേകിച്ച് അൽ മാഹിറു ബിൽ ഖുർആൻ കകിറാമിൽ ബററ, ഖുർആനിൽ അങ്ങേയറ്റം നൈപുണ്യമുള്ള ഒരാൾ, ഖുർആനിൽ നല്ല അറിവുള്ള ഒരാൾ, ഖുർആനിൽ നല്ല കഴിവുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ കകിറാമിൽ ബററ, പുണ്യവാന്മാരായ മലക്കുകളോടൊപ്പമായിരിക്കും. അതായത് ഖുർആൻ പഠിച്ച ഒരാളാണെങ്കിൽ, നല്ലോണം അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ മലക്കുകളെക്കാൾ വലിയ സ്ഥാനം അയാൾക്കുണ്ട്. ഇവിടെ എല്ലാ മനുഷ്യന്മാർക്കും മലക്കുകളെക്കാൾ സ്ഥാനമുണ്ട് എന്നല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ആദം നബിയുടെ വിഷയത്തിലാണ്. ആദം നബിയാണ്, മനസ്സിലാവുണ്ടോ? അപ്പൊ നബിമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് മലക്കിനേക്കാൾ സ്ഥാനമുണ്ട്. ആ ഒരു നബി എന്ന നിലക്കും അള്ളാഹ് പറഞ്ഞതുകൊണ്ടുമാണ് മലക്ക് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്തത്. അല്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും മലക്കിനേക്കാൾ വലിയ സ്ഥാനമുണ്ട് എന്നല്ല. കാരണം മലക്കുകളിൽ ഒരാൾ പോലും തെറ്റ് ചെയ്യുന്നവരല്ല. എല്ലാവരും അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിർവഹിക്കുന്നവരാണ്. അള്ളാഹു എന്താണോ വിരോധിച്ചത് അതൊരിക്കലും പ്രവർത്തിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൻ്റെ മുഖറബുകളാണ്, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്. എന്നാൽ ആ അടുപ്പക്കാരാവാൻ നമുക്ക് പറ്റും. എപ്പോ? ഒരു മനുഷ്യനും പറ്റും. ആ മനുഷ്യൻ അള്ളാഹ് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുകയാണെങ്കിൽ മലക്കുകളോടൊപ്പമോ അല്ലെങ്കിൽ മലക്കുകളേക്കാൾ വലിയ സ്ഥാനത്തിലോ മനുഷ്യർക്കും എത്താം. എന്നാൽ അതേ മനുഷ്യൻ തന്നെ മൃഗത്തിനേക്കാൾ അധപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്കും എത്തും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ പറഞ്ഞു വന്നത്, സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ മലക്കിന് തന്നെയാണ് സ്ഥാനമുള്ളത്. എന്നാൽ പ്രവാചകന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പ്രവാചകന്മാർക്കാണ് സ്ഥാനം. അല്ലെങ്കിൽ ഒരാൾക്ക് എത്താൻ പറ്റും അയാൾ നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ. അല്ലാതെ എന്തില്ല, ആ എല്ലാ മനുഷ്യന്മാർക്കും ഈ ഒരു സ്ഥാനമില്ല എന്നത് കൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കാം. ഇനി ഇവിടെ അടുത്തൊരു ഭാഗം, ഇല്ലാ ഇബ്ലീസ് എന്നാണല്ലോ പറഞ്ഞേ അല്ലെ? വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം എന്തിനാ പറഞ്ഞേ?
നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു. ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ആരാണ് ഇബ്ലീസ്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ മലക്കുകളിൽപ്പെട്ടവനല്ല, മറിച്ച് ജിന്നുകളിൽപ്പെട്ടവനാണ്. ഒരു ജിന്നാണ് ഇബ്ലീസ്. അത് ഇബ്ലീസ് എന്നുള്ളത് പേരാണോ അതല്ല അത് അവന്റെ വിശേഷണമാണോ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളതാണ്. അബ്ലസ, അബ്ലസ, അതിൽ നിന്നാണ് ഇബ്ലീസ് ഉള്ളത്. ഇബ്ലീസ് അറബി ഭാഷയിൽ അബ്ലസ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം നിരാശ വന്നാൽ അപ്പൊ പറയുന്ന പേരാണ് ഈ അബ്ലസ എന്നുള്ളത്. അയാൾക്ക് ഈ അബിലസ ബാധിച്ചു, അല്ലെങ്കിൽ അങ്ങേറ്റ ഈ ഒരു സംസാരം വരുന്ന സമയത്ത് അബിലസ എന്ന പ്രയോഗം വരികയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ നിരാശ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരാശ വേണ്ടവനാണ് ഇബ്ലീസ്. കാരണം ഒരിക്കലും എന്തില്ല, അവനൊരു മാറ്റം ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു മാറ്റം ഉണ്ടാക്കില്ല. അതാണ് ഇബ്ലീസ്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്, നേരെ ശ്രദ്ധിക്കാം. ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഈ ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് എന്ത് ചെയ്തു? വിസമ്മതം കാണിച്ചു. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് എന്താ പറഞ്ഞേ? അബാ വസ്തക്ബറ, അബാ അവൻ വിസമ്മതിച്ചു. അബാ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. വസ്തക്ബറ അവൻ കിബിർ കാണിച്ചു, അഹങ്കാരം കാണിച്ചു. എന്തായിരുന്നു ഇബ്ലീസിന്റെ അഹങ്കാരം എന്നറിയോ? അത് അവൻ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു അത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഖാല, അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, മാ മനഅക, എന്താണ് നിന്നെ തടുത്തത്? അല്ല തസ്ജുദ, സുജൂദ് ചെയ്യാതിരിക്കാൻ, ഇത് അമർത്തുക, ഞാൻ നിന്നോട് പറഞ്ഞ സന്ദർഭം. ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ എന്തേ നീ സുജൂദ് ചെയ്യാതെ നിന്നത്? ആ സുജൂദ് ചെയ്യാൻ നിനക്കെന്ത് തടസ്സമായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്ന ഒരു മറുപടി എന്താണെന്നറിയോ? അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ആര്? ഇബ്ലീസ് പറയാണ്, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്. കാരണം ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചു, മിന്നാർ, തീ കൊണ്ടാ നീ എന്നെ സൃഷ്ടിച്ചത്. എന്നാൽ വഖലഖ്തഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചതോ മണ്ണ് കൊണ്ടും. അപ്പൊ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുക, അതെന്തായൊന്നുമില്ല. ഇതാണ് അഹങ്കാരം. ഞാനാണ് ഉത്തമൻ, ഞാൻ അനാനിയത്തായിരുന്നു, അഹംഭാവമായിരുന്നു, അഹങ്കാരമായിരുന്നു. ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം എന്നാണ് അല്ലെ? ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ സുജൂദ് ചെയ്യണം. എന്നാൽ ഇബ്ലീസ് എന്ത് ചെയ്തു? അഹങ്കരിച്ചു. അവൻ അഹങ്കരിച്ചിട്ടാ പറയണത്. ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടല്ലേ പറഞ്ഞത്? ഇത് ഖുൽനാലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞു എന്നാണല്ലോ. ഇബ്ലീസ് മലക്കല്ലല്ലോ. പിന്നെന്തിനാണ് ഇബ്ലീസിന്റെ വിഷയം ഇങ്ങനെ പറയുന്നു പറയുമ്പോൾ ചില ആൾക്കാർ അതിനെങ്ങനെ പറയും, അത് ഇബ്ലീസും അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ഇബ്ലീസിനോട് എല്ലാവരും കൂടി പറഞ്ഞപ്പോ ഇബ്ലീസിനോട് കൂടി പറഞ്ഞു എന്ന് പറയാം. അങ്ങനെ ഒന്നും പറയേണ്ടതാ. നേർക്ക് നേരെ അള്ള പറഞ്ഞു. അള്ള നേർക്ക് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്ലീസിനോട് പറഞ്ഞു എന്നുള്ളത് അള്ള തന്നെ പറയാണ്. ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ നീ എന്തേ സുജൂദ് ചെയ്യാത്തത്? അതിനെന്തായിരുന്നു നിനക്ക് തടസ്സം? അപ്പൊ ഇബ്ലീസ് പറയാണ്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അല്ലാതെ ഇബ്ലീസ് എന്ത് പറഞ്ഞില്ല? അത് പടച്ചോനെ, നീ പറഞ്ഞത് എല്ലാ മലക്കളും സുജൂദ് ചെയ്യുന്നല്ലേ പറഞ്ഞേ, നിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ മലക്കൊന്നല്ലല്ലോ എന്ന് ഇബ്ലീസ് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ചോദ്യം, ആ ഒരു ഇബ്ലീസ് എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അഹങ്കാരമായിരുന്നു. അഹങ്കാരം. ചില ആളുകള് ഈ ഒരു തെളിവെടുത്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ സുജൂദ് ചെയ്യാൻ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനൊക്കെ ഈ ഒരു വാചകം തെളിവെടുക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചെയ്യാം, അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്താൽ പോലും കുഴപ്പമില്ല. കാരണം എന്താ?
അള്ള പറഞ്ഞ അതൊക്കെ ചെയ്യാന്നാണ്. അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നവർ ഇബിലീസിന്റെ പ്രമേയം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്, ഇബിലീസിന്റെ ആൾക്കാരാണ്. അള്ളഹാനോട് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളഹാനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഇബിലീസ് പറഞ്ഞത് ഒരിക്കലും റബ്ബേ നിനക്ക് മാത്രല്ലേ സുജൂദുള്ളൂ, ഞാൻ അതുകൊണ്ടാ സുജൂദ് ചെയ്യാത്തേന്നല്ല. ഇബിലീസ് അഹങ്കരിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താ? ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്നാ പറഞ്ഞു. എടാ, അള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് എന്തെല്ലാമാണെങ്കിലും ശരി അത് സ്വീകരിച്ചോണെന്ന്. അതാണ് ഇസ്ലാമിക നിയമം. അള്ള ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കണം. അള്ള പറഞ്ഞൊരു കാര്യം സ്വീകരിക്കണം. ഇവിടെ സാന്ദർഭികമായിട്ട് നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. അള്ളാഹു കൽപ്പിച്ച സുജൂദ് ഒഴിവാക്കിയ ഇബിലീസ് കാഫിറാണെന്നാണല്ലോ പറഞ്ഞു. വകാന മിനൽ കാഫിരീൻ എന്നല്ലേ പറഞ്ഞു, അവൻ കാഫിറാണെന്ന് പറഞ്ഞു. അള്ള ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ആ ഒരു സുജൂദ് ചെയ്യാത്ത ഇബിലീസിനെ കുറിച്ച് അള്ള പറഞ്ഞത് വക്കാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽപ്പെട്ട. ഒരു സുജൂദ് ചെയ്യാത്തന്റെ കാര്യത്തിൽ അള്ള പറഞ്ഞു കാഫിറാണ്. അപ്പൊ ഒരു നിസ്കാരം മുഴുവൻ ഒഴിവാക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ വാചകം നല്ല ശ്രദ്ധിച്ചോളി. ഒരു സുജൂദ് ഒഴിവാക്കിയത് കൊണ്ട് ഇബിലീസ് അഹങ്കാരിയായി, വിസമ്മതം കാണിച്ചവനായി, കാഫിറായി, നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു. അള്ളാഹുവിന്റെ എല്ലാ ഖൈറുകളിൽ നിന്നും അവൻ അകറ്റി നിർത്തപ്പെട്ടു. എന്നാൽ അള്ളാഹു കൽപ്പിച്ച നമസ്കാരമാകുന്ന ഒട്ടേറെ സുജൂദുകളുള്ള ആ സുജൂദുകളുള്ള നമസ്കാരം നമ്മൾ ഒഴിവാക്കിയാൽ അപ്പൊ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തരും ആലോചിച്ചോളി. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിനെ തെളിവെടുത്തുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിർ തന്നെയാണ്. നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാണ്. കാരണം നിസ്കാരത്തിലെ ഒരു കർമ്മമാണ് സുജൂദ്. ആ സുജൂദ് അള്ള ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ചെയ്യണം. അള്ള ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം. അത് ചെയ്യൂല എന്ന് പറയുന്ന ആളുകൾ, അത് എനിക്ക് തടസ്സമുണ്ട്, എനിക്ക് ഇന്ന യാത്ര ഉണ്ട്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നവനാണോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽപ്പെട്ടവനാണ്. ഇനി മറ്റൊരു ഹദീസോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സലാ. ഒരു മുസ്ലിമിന്റെയും ഒരു കാഫിറിന്റെയും അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നവന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തർക്കസ്വലാ, നമസ്കാരം ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നുണ്ടോ അവൻ മുശ്രിക്കാണ് അല്ലെങ്കിൽ കാഫിറാണ്. അവൻ കാഫിറാണെന്ന് പറഞ്ഞു. നമ്മളെ വീട്ടില് നമ്മളെ പേര് ആയിഷയാണ്, അല്ലെങ്കിൽ അബൂബക്കറാണ്, അല്ലെങ്കിൽ മുഹമ്മദാണ്, അല്ലെങ്കിൽ ജബ്ബാറാണ്, ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടൂല. നിസ്കാരം ഒഴിവാക്കുന്നവൻ മുസ്ലിം അല്ല, അവൻ കാഫിറാണ്. അവൻ കാഫിറാണ്. അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഒരു നിസ്കാരമില്ല എന്ന് പറഞ്ഞാലാണോ കാഫിറാകുക, അതല്ല പൂർണ്ണമായി നിസ്കാരം ഒഴിവാക്കിയാലാണോ കാഫിറാകുക, ഒരു വഖ്ത് പോലും ഒഴിവാക്കിയാൽ കാഫിറാകൂ? ചർച്ച ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഒരാൾ പറയാണ് നിസ്കാരമില്ല. ഏറെ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? പോയോ എല്ലാവരും? ആള് കുറയുണ്ടോ? അവള് ശ്രദ്ധിക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളിട്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായി ഒരാൾ പറയാണ് നിസ്കാരം തന്നെയല്ല, നിസ്കാരമല്ല, അതൊക്കെ വെറുതെ പറയണം. എന്താ ഇപ്പൊ നമ്മളെ നിസ്കാരം കൊണ്ടല്ലേ ഇപ്പൊ പടച്ചോനിക്ക് കാര്യം? ഞാൻ നിസ്കരിക്കല്ല, അള്ളാഹ്ക്ക് ഇഷ്ടം നന്മ ചെയ്യുക എന്നുള്ളതാണ്, ഞാൻ എല്ലാവരും സഹായിക്കാറൊക്കെ ഉണ്ട്, അതൊക്കെ മതി, അല്ലാതെ ഇപ്പോ നിസ്കരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല എന്നൊരാൾ പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ വാദിച്ചാൽ, അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ പൂർണ്ണമായ കാഫിറാണ്. യാതൊരു സംശയവുമില്ല, അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ ഒരു സംശയവും ഇല്ല. ഇതെന്റെ വാചകമല്ല, ഈ ഒരു ദീനിയായ വിഷയം പഠിച്ച ആരോടും നിങ്ങൾ ചോദിച്ചോളൂ, സാധാരണക്കാരോടല്ല, ദീന് പഠിച്ച ആരോടും ചോദിച്ചോളൂ. ഒരാൾ മനഃപൂർവ്വം നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിനേക്കാളും വലുത് ധർമ്മം ചെയ്യലാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിനേക്കാൾ നല്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കലില്ല, നിസ്കാരത്തിന്റെ ആവശ്യമല്ല, അല്ലാതെ തന്നെ ഞാൻ സ്വർഗത്തിലെത്തും എന്നൊക്കെയാണെങ്കിൽ അവൻ കാഫിർ തന്നെയാണ്. അവൻ എന്തൊക്കെ നന്മ ചെയ്താലും ശരി, അത് പൂർണ്ണമായിട്ട് നിഷേധിക്കാം. വേറെ ചില ആൾക്കാരോ നിഷേധിക്കുന്നൊന്നുമില്ല, ഓനെങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിസ്കരിക്കൂല. നിസ്കാരമല്ലേ, നിസ്കാരമൊക്കെ ഉണ്ട് തുടങ്ങണേ,
ഇപ്പോഴെന്നല്ല, കുറച്ചുകൂടി കഴിയട്ടെ, തുടങ്ങപ്പോൾ കുറച്ച് തിരക്കില്ല, പിന്നെ ആക്കാം. ഇങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അയാളും കാഫിറിന്റെ പരിധിയിലാണ് പെടുക. കാരണം അയാൾ നിസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ട് അയാൾ നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോണില്ല. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം, പ്രകടമായ വ്യത്യാസം. പേരിലല്ല നോക്കുക, ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ല നോക്കുക, അവൻ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്ക്. മൂന്നാമത്തത്, പണ്ഡിതന്മാർക്കിടയിൽ ഒരു വക്ത് നിസ്കാരം ഒരാൾ ഒഴിവാക്കി, ഒരു വക്ത് ഒഴിവാക്കി. അതിങ്ങനെ യാത്രയിലായപ്പോഴേ, അത് ഞാനിങ്ങനെ പിന്നെ കല്യാണമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഒരു 2 ദിവസം നിസ്കരിച്ചില്ല, സമയം കിട്ടിയില്ല. നിസ്സാരമാക്കി പറയുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചോളൂ. ഒരു വഖത്ത് ഒരാൾ ഒഴിവാക്കിയാൽ അയാൾ കാഫിറാണോ അല്ലേ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതിൽ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കിയത്, മനഃപൂർവ്വം ഞാൻ നിസ്കരിക്കണില്ല, എന്താപ്പോ ഒരു വക്തൊന്നും പോയാൽ കുഴപ്പമില്ല എന്നാണെങ്കിൽ അയാൾ കാഫിർ തന്നെ, സംശയമില്ല. എന്നാൽ ഒരാൾ അങ്ങനെയല്ല, ഒരു അശ്രദ്ധമായിട്ട് അയാൾ ഇത് കുറ്റപ്പെടുത്താത്ത രൂപത്തിൽ അല്ലെങ്കിൽ കളിയാക്കാത്ത രൂപത്തിലൊക്കെ ആയിട്ട് ഒരു അശ്രദ്ധമായി ഒഴിവാക്കിയതാണെങ്കിൽ അവൻ ഫാസിഖാണ് എന്നതിൽ സംശയമല്ല, തെമ്മാടിയാണ് എന്ന വിഷയത്തിൽ സംശയമല്ല. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം ഒരു പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇബ്ലീസിനോട് എല്ലാ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ആകെ ഒറ്റ കാര്യമാണ്, സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. ഓനെ അള്ളാഹ് പറഞ്ഞു വക്കാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽ പെട്ടവനാണ്. നമ്മളോട് പറയാണ് ചെയ്യുമെന്ന് പറഞ്ഞു, നമ്മൾ ചെയ്യൂല എന്ന് പറഞ്ഞാൽ നമ്മളും കാഫിറാ. അല്ലാതെ സുജൂദിന് പിന്നെ ഇബ്ലീസിനോടൊരു വെറുപ്പ്, നമ്മളൊരു പ്രത്യേക ഇഷ്ടം, അങ്ങനെയൊന്നുമില്ല. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം. അതല്ലാത്ത ആളുകൾ അള്ളാഹു ഈ ഒരു നിഷേധിയായിക്കൊണ്ട് അല്ലെങ്കിൽ വകാന മിനൽ കാഫിരീൻ എന്ന് പറഞ്ഞ രൂപത്തിലാണ് എണ്ണിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരാൾ സുജൂദ് ചെയ്യുമ്പോഴുള്ള പിശാചിന്റെ അവസ്ഥ കൂടി കേട്ടോളി. മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ പിശാചിന്റെ അവസ്ഥ, ഇദാ ഖറഅ ഇബ്നു ആദമ സജദ ഫസജദ, ആദം അഥവാ ആദമിന്റെ മകൻ, മനുഷ്യന്മാര് ഖുർആൻ ഓതുക, എന്നിട്ട് സുജൂദിന്റെ ഭാഗത്തെത്തുമ്പോ പിന്നെ മനുഷ്യന് സുജൂദ് ചെയ്താൽ കരഞ്ഞുകൊണ്ട് ശൈത്താൻ പിന്മാറുന്നു, കരഞ്ഞുകൊണ്ട് ശൈത്താൻ മാറി നിൽക്കും. എന്നിട്ട് അവൻ വിളിക്കും, യാ വൈലി, എന്റെ നാശമേ, എന്നോട് അല്ലാഹ് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഞാൻ അത് ചെയ്തില്ല, ഞാൻ അങ്ങനെ നരകത്തിലെത്തി. ആദമിനോട് പറഞ്ഞു, ആദമും ചെയ്തു, ആദമിന്റെ മക്കളൊക്കെ ചെയ്യുന്നു, ഓരതാ സ്വർഗത്തിലെത്തുന്നു. ഇതും പറഞ്ഞുകൊണ്ട് പിശാച് കരയും. നമ്മുടെ ശത്രുവായ പിശാചിനെ കരയിപ്പിക്കണമെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യണം, സുജൂദുകൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകരെ എനിക്ക് സ്വർഗം വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് സ്വർഗം തരാന്നല്ല പറയണത്, നീ സുജൂദ് ചെയ്തുകൊണ്ട് കസ്റത്തു സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗം നേടിയെടുത്തു. അഥവാ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താം. ഇവിടെ ഒരാൾ സുജൂദ് പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ പിശാചിനുണ്ടാകുന്നത് അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിശാച് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്ന, കാരണം പിശാചിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് ഒരു കാര്യം പറഞ്ഞു, അത് അവൻ ചെയ്തില്ല. ഇനി ഇവിടെ ഈ പിന്നെ സുജൂദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുള്ളത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് ചെയ്യണോ വേണ്ടേ? കാരണം സുജൂദ് അള്ളാഹ്ക്ക് മാത്രമുള്ളതല്ലേ? അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്, ഹറാമായ ഒരു കാര്യം തന്നെ അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നുള്ളതും ഇബാദത്താണ്. ഹറാമായ കാര്യം, അതിനുള്ള തെളിവ് എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ തെറ്റാണല്ലോ, നിഷിദ്ധമായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്, ഹറാമാണ്, മനുഷ്യനെ കൊല്ലാൻ പാടില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇസ്മായിൽ നബിനെ കൊല്ലാൻ. അവിടെ ഇബ്രാഹിം നബി പറഞ്ഞില്ല എന്താ പടച്ചോനെ ഹറാമ് കൽപ്പിക്കണേന്ന് പറഞ്ഞില്ല, അള്ളാഹ് പറഞ്ഞ അത് ചെയ്യാം. അപ്പൊ ഹറാമായ ഒരു കാര്യമാണെങ്കിൽ പോലും അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യാം, പക്ഷെ അള്ളാഹു ഹറാമ് കൽപ്പിക്കാറില്ല. ചില പ്രവാചകന്മാരുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഈ പറഞ്ഞ രൂപത്തിലാണെന്ന് മാത്രം. അല്ലാതെ എല്ലാ മനുഷ്യന്മാരും പോയി ഹറാമ് ചെയ്യുക എന്നുള്ളത് അള്ളാഹ് പറയില്ല. കാരണം ഹറാമാക്കുന്നതും അള്ളാഹുവാണ്, ആ ഹറാമിനെ ഹലാലാക്കുന്നതും അള്ളാഹുവാണ്. ഹറാമും ഹലാലും വേർതിരിക്കുന്നത് നമ്മളല്ല, അത് ഖുർആനിലൂടെ ഹദീസിലൂടെ അള്ളാഹു തന്നെയാണ്.
ഓക്കെ, ഈ വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചർച്ചയാണ് ഇബ്ലീസ് മലക്കുകളിൽ പെട്ടവനാണോ അല്ലേ എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരോടും പറഞ്ഞു സുജൂദ് ചെയ്യാൻ, പക്ഷെ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതിന് ചില ആളുകൾ ഇബ്ലീസ് അപ്പോ മലക്കിൽപ്പെട്ടവനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരികയാണ് സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്ത്. വ ഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, സ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യണം, ലി ആദം, ആദമിന്, ഫസജദൂ ഇല്ല ഇബ്ലീസ്, അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. എന്നിട്ട് അല്ലാഹ് പറയണ കാന മിനൽ ജിന്ന്, അവൻ ജിന്നുകളിൽപ്പെട്ടവനാണ്, അവൻ ജിന്നുകളിൽപ്പെട്ടവനാണ്. അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ ജിന്നുകളിൽപ്പെട്ട പിശാചിന് പിന്നെ എന്തിനായിരുന്നു മലക്കുകളിൽ സ്ഥാനം? മലക്കുകളുടെ അടുക്കൽ എങ്ങനെയാണ് അവൻ എത്തപ്പെട്ടത്? വലിയ ഒരു സംഭവമാണ് അത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഈ മലക്ക് അല്ലെങ്കിൽ ജിന്ന് എന്നുള്ള വലിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇബ്ലീസിന് അങ്ങോട്ടും സ്ഥാനം ഉണ്ടായിരുന്നു. ഇബ്ലീസ് ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു എന്നും ആ ഒരു മലക്കുകളുടെ ആ ഒരു കൂട്ടത്തിൽ ഒരു സ്ഥാനം ഇബ്ലീസിന് ഉണ്ടായിരുന്നു എന്നും, അല്ലെങ്കിൽ പൊതുവെ ജിന്നുകൾക്കിടയിൽ തന്നെ അങ്ങനത്തെ ഒരു സ്ഥാനം കിട്ടിയിരുന്നു എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെ ഇബ്ലീസുണ്ട്. അള്ളാഹു പ്രത്യേകം ഇബ്ലീസിനോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ വിസമ്മതം കാണിച്ചു, അവൻ ചില ന്യായങ്ങൾ പറഞ്ഞ് അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 2 ആയത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് ആ ഒരു ആയത്തുകൾ, ഈ ആയത്തുകളിൽ പറഞ്ഞ ഒരു 9 കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, അള്ളാഹു സംസാരിച്ചു, മറ്റുള്ളവർ അത് കേട്ടു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച തന്നെ ആവശ്യമില്ല. പണ്ട് വലിയൊരു ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്, അള്ളാഹു സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്, അള്ളാഹു പറയുന്നു, ആദം നബി അലൈഹി സ്വലാം അത് കേൾക്കുന്നു, ആദം നബി പറയുന്നു, അള്ളാഹു അതിന് മറുപടി പറയുന്നു, അല്ലെങ്കിൽ മലക്കുകൾ കേൾക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ അവിടെ അള്ളാഹു സംസാരിക്കും എന്നുള്ള ആ ഒരു വിശേഷണം അള്ളാഹ്ക്കുണ്ട്. അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാം അനുസരണയുള്ള ഒരു പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു, അപ്പൊ പറഞ്ഞു കൊടുത്തു. അത് ചൊല്ലുമെന്ന് പറഞ്ഞു, ചൊല്ലി. അങ്ങനെ ആദം നബി എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള പ്രവാചകനാണ്. ഇത് ഭാഗം ചേർക്കാനുള്ള ഒരു കാരണം, ചില ആളുകളൊക്കെ ആദം നബി എന്നിട്ട് പറയുമ്പോഴേക്ക് സ്വർഗത്തു നിന്ന് പുറത്താക്കപ്പെട്ടു, അള്ളാഹ് പറഞ്ഞത് കേട്ടില്ല എന്നല്ല. ആദം നബി അള്ളാഹ് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്താണ് ഉണ്ടായത്, അത് ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ, വീണ്ടും അടുത്ത ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പറയാം. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ അറിവ് വിശാലമാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 ആകാശങ്ങൾ ധാരാളമുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കി. 5-മത്തത്, മലക്കുകൾ മറച്ചു വെച്ചാലും അത് അള്ളാഹു അറിയും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മറച്ചു വെച്ചാലും, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും, പരസ്യപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നു. ഈ ഒരു ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മലക്കുകൾക്ക് ഹൃദയമുണ്ട്. കാരണം മറച്ചു വെക്കുക എന്നുള്ളത് ഹൃദയത്തിലാണ് ഉണ്ടാവുക. എങ്കിൽ മലക്കുകൾക്ക് ഹൃദയമുണ്ട്, അവർ മറച്ചു വെക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ അള്ളാഹു അറിയും എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി 6-മത്തത്, മലക്കുകളെക്കാൾ ശ്രേഷ്ഠനാണ് ആദം നബി. എല്ലാവർക്കും ആ ശ്രേഷ്ഠത ഉണ്ട് എന്നല്ല, ആദം നബിക്ക് ആ ഒരു ശ്രേഷ്ഠത ഉണ്ട്. 7-മത്തത്, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അതൊരിക്കലും ഹറാമോ ഷിർക്കോ ഒന്നും ആവുകയില്ല. 8-മത്തത്, നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്, നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. 9-മത്തത്, ആക്ഷേപകരമായ എല്ലാ മോശത്തരങ്ങളും ഒരുമിച്ച് കൂടിയവനാണ് ഇബ്ലീസ്. കാരണം അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ വിസമ്മതം കാണിച്ചു, അഹങ്കരിച്ചു, അവൻ കാഫിറുകളിൽ എല്ലാ തെറ്റുകളും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തപ്പെടുകയും ചെയ്തു. ഇത്രയുമാണ് ആയത്തുള്ളത്. ഇനി നമ്മൾ ആയത്ത് ഓതുന്നില്ല, നിങ്ങൾ ഓതി നോക്കുക, കാരണം സമയം കുറച്ച് ദീർഘിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. 2 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഈ 2 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കുക, ആശയങ്ങൾ മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഓരോ വിഷയത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകൾ എന്താണോ ആ പോരായ്മകൾ നമ്മൾ തിരുത്തുക. അള്ളാഹു അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കുന്ന ഒരു സഹോദരി ഇന്നലെ അവരുടെ കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സർജറി ആയിരുന്നു. കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ. എങ്കിലും വലിയ
പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ, എല്ലാ അർത്ഥത്തിലും സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായിക്കൊണ്ടും കുടുംബത്തിൽ രോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗം പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.